ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നയൻസ് ടോക്ക്. നമ്മുടെ മഴ തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജ ആക്സിഡൻ്റൊക്കെ പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ വൈജയുടെ ആങ്ങളമാരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ വൈജയുടെ ഡോക്ടറെ കാണാനായിട്ട് രാജീവനും ശിവനും കൂടിയും കയറുന്നുണ്ട്. അപ്പോൾ ശിവൻ കയറി ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ എങ്ങനെയുണ്ട് വൈജയ്ക്ക്, എന്താ ഇപ്പോഴത്തെ ക്രിട്ടിക്കൽ, ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ മാറ്റേണ്ടതുണ്ടോ, എന്താണെങ്കിലും പറയണം എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഒന്നും പറയാനായിട്ടില്ല, ഈ ഹോസ്പിറ്റലിൽ നിന്നും മാറ്റണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ തീരുമാനമാണ്, എങ്കിലും എനിക്കൊരു 24 മണിക്കൂർ സമയം തന്നേ പറ്റൂ എന്ന് ശിവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ റൂമിൽ നിന്നും പുറത്തിറങ്ങുന്ന രാജീവും ശിവനും കാണുന്നത് കിതച്ച് ഓടി വരുന്ന ബാലചന്ദ്രനെയാണ്. അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ രാജീവ് വല്ലാണ്ട് ദേഷ്യപ്പെടാണ്. എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത്, ഇനി എൻ്റെ പെങ്ങളുടെ ബാക്കിയുള്ള ജീവനും കൂടി എടുക്കാനാണോ എന്ന് ചോദിച്ചിട്ട് വല്ലാത്ത ദേഷ്യത്തോടു കൂടി രാജീവൻ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, രാജീവേ ഒരു പൊടിക്കടങ്ങ്, ഞാനൊരു പ്രശ്നത്തിനല്ല വന്നിരിക്കുന്നത്, വൈജയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനാണ്. അത് നിങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയാം, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ കണ്ടോളാം. അത് പറഞ്ഞ് ബാലചന്ദ്രൻ നേരെ ഐസിയുവിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ രാജീവ് ബാലചന്ദ്രൻ്റെ വഴി തടയാണ്. നിൽക്കട അവിടെ, ഇനി നീ ഞങ്ങളുടെ പെങ്ങളെ കാണാൻ അവകാശമില്ല, നീ ഇനി അവളെ കാണണ്ട, അവൾ ചത്തിട്ടില്ല, ചത്തോന്നറിയാനാണോ നീ വന്നത്, അവൾ ചത്തിട്ടില്ല, നീ ഇനി അവളെ കാണുകയും വേണ്ട, നീ ഇനി ഞങ്ങളുടെ പെങ്ങളെ കാണാനും ഒന്നിനും നിൽക്കണ്ട, നീയും നിൻ്റെ പിഴച്ച സന്തതിയും കൂടിയും ജീവിച്ചാൽ മതി, നിങ്ങൾ രണ്ടും കൂടിയാണ് ഞങ്ങളുടെ പെങ്ങളെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അപ്പോഴേക്കും ഐസിയുവിൻ്റെ ഡോറ് തുറന്ന് നേഴ്സ് പുറത്തേക്ക് വരും. നേഴ്സ് പറയും, എന്താ ഇവിടെ, എന്താ ഈ ബഹളം വെക്കുന്നത്, ഇതൊരു ഹോസ്പിറ്റലാണ്, നിങ്ങളിവിടെ കിടന്ന് ഒച്ചുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നേഴ്സ് അകത്തേക്ക് പോവും. അപ്പോഴേക്കും ഡോക്ടർ റൂമിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വരികയാണ്. ഡോക്ടർ വന്നിട്ട് പറയും, എന്താ ഇവിടെ ബഹളം, നിങ്ങൾ ബഹളം വെക്കേണ്ട സമയമല്ല, പേഷ്യൻറ്റിൻ്റെ ആയുസ്സിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, അതുകൂടാതെ പേഷ്യൻറ്റിന് O പോസിറ്റീവ് ബ്ലഡ് വേണം, അത്യാവശ്യമായിട്ട് അത് അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കൂ, അർജൻറ്റായിട്ട് നമുക്കൊരു സർജറി ചെയ്യേണ്ടതുണ്ട്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബ്ലഡ് റെഡിയാക്കൂ, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോവും. അപ്പോൾ അവർ മൂന്നാളും കൂടി പരസ്പരം നോക്കുകയാണ്. അപ്പോൾ രാജീവ് ശിവനോട് പറയുന്നുണ്ട്, എന്തു ചെയ്യും ചേട്ടാ, എൻ്റെ O പോസിറ്റീവാണ്, ശിവേട്ടൻ്റെയോ എന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടനും പറയുന്നുണ്ട് എൻ്റെതും O പോസിറ്റീവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവരൊന്നും ചോദിച്ചില്ലെങ്കിലും ബാലചന്ദ്രൻ ഇത് കേൾക്കുമ്പോൾ അവരോടായിട്ട് പറയുന്നുണ്ട്, എൻ്റെതും B പോസിറ്റീവാണ്, എങ്കിലും ഞാൻ ഓഫീസിലേക്ക് വിളിക്കട്ടെ, അവിടെ ആരെങ്കിലും ഉണ്ടാവും, നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മൂന്നാളും ഫോൺ എടുത്തിട്ട് ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ശിവന് ഓർമ്മ വരുന്നത് കേട്ടോ, കമലയുടെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണല്ലോ എന്ന്. അപ്പോൾ ശിവൻ അത് രാജീവനോട് പറയുന്നുണ്ട്, രാജീവേ എടാ നമ്മുടെ കമലയുടെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവാണ്, ആണോ, എങ്കിൽ വേഗം ശിവേട്ടൻ ഏടത്തിയെ വിളിക്കേ, ഏടത്തിയോട് ഉടനെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയൂ, മനുവിൻ്റെ ഒപ്പം വേഗം ഇങ്ങോട്ട് എത്താൻ പറയൂ ഏട്ടാ. അപ്പോൾ തന്നെ ശിവൻ നമ്മുടെ കമലയെ ഫോൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ തന്നെ, കമലേ എടി ഞാനാണ് എന്ന് പറയുമ്പോൾ തന്നെ കമല പറയാണ്, എന്തായി ശിവേട്ടാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി, വനജ തട്ടിപ്പോവും അവിടെ തന്നെ, നിൻ്റെ പിഴച്ച നാവ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നീ സംസാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അടിച്ച് ഞാൻ നിൻ്റെ, ഉടനെ നീ ഇവിടെ എത്തണം, നിൻ്റെ ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറയുമ്പോഴേക്കും, എൻ്റെ എന്താ അത്യാവശ്യം, നിങ്ങളുടെ തള്ളനെ ആര് നോക്കും, ഞാനിവിടെ കിടന്ന് തള്ളനെ നോക്കുമോ അതോ അങ്ങോട്ട് വരാൻ നോക്കുമോ. അപ്പോൾ ശിവൻ പറയും, കുറച്ച് സമയം മനുവിനെ ഏൽപ്പിക്ക്, മനു നോക്കിക്കോളൂ അമ്മയെ, നീ എന്നിട്ട് ഇവിടെ എത്ത്, എന്താ എൻ്റെ അത്യാവശ്യം ഇപ്പോൾ, നിങ്ങളെല്ലാവരും ഉള്ളതല്ലേ അവിടെ, അത് A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം ഉടനെ തന്നെ, നിൻ്റെയും ഹരിയുടെയും A പോസിറ്റീവ് ആണല്ലോ, നീ ഒന്ന് പെട്ടെന്ന് എത്ത്. അയ്യോ ശിവേട്ടാ, അതിനെനിക്ക് എവിടുന്നാ ബ്ലഡ്, ഞാനിപ്പോൾ മെഡിസിൻ കഴിച്ച് എൻ്റെ ബ്ലഡ് കൗണ്ട് കറക്റ്റായി വരുന്നതേ ഉള്ളൂ, എനിക്ക് ബ്ലഡ് എടുക്കാനൊന്നും പാടില്ല, എനിക്കതിന് കഴിയേയില്ല. ആണോ, എങ്കിൽ നീ ഹരിയോട് വേഗം ഇങ്ങോട്ട് എത്താൻ പറയൂ. ശിവേട്ടന് എന്താ തലയ്ക്കൊന്നും സുഖില്ലേ, ഹരി ഇവിടെ ഇല്ല എന്നറിയില്ലേ, ഹരി ട്രിപ്പിലാണ്, ശിവേട്ടൻ വേറെ അറേഞ്ച് ചെയ്യാൻ നോക്കൂ. അപ്പോൾ തന്നെ ശിവന് കാര്യം മനസ്സിലാവും കേട്ടോ, കമല നൈസായിട്ട് ഒഴിവായതാണെന്ന്.
അപ്പോൾ ശിവേട്ടൻ വന്ന് രാജീവനോടായി പറയും, രാജീവേ കമലയ്ക്ക് വരാൻ പറ്റില്ലടാ, കമല ബ്ലഡ് കൗണ്ട് കുറവായതുകൊണ്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ബ്ലഡ് എടുക്കാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ. പിന്നെ ഹരിയുടെയും എ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഹരി ഇവിടെ നാട്ടിലില്ല, ഹരി ട്രിപ്പിലാണ്. അപ്പോൾ ബാലചന്ദ്രൻ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ബാലചന്ദ്രൻ പറയും, അയ്യോ ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? എന്നിട്ട് തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നിങ്ങളുടെ ഭാര്യ അതിനൊന്നും തുനിയില്ലാന്ന്. അവർക്ക് അതിലോടൊന്നുമല്ലല്ലോ താല്പര്യം എന്ന് പറഞ്ഞിട്ട് ശിവൻ ബാലചന്ദ്രൻ വേഗം ഫോൺ എടുക്കുകയാണ് കേട്ടോ. ഫോൺ എടുത്തിട്ട് കടപ്പാട്ടൂരിലേക്ക് വിളിക്കുകയാണ്. ഹലോ മോളെ, എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം, അമ്മയ്ക്ക് പെട്ടെന്നൊരു സർജറി. എവിടെ നിന്നാണ് ഇപ്പോൾ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുക? മോളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? അയ്യോ അച്ഛാ, പരിചയത്തിലല്ല, ഞാൻ എ പോസിറ്റീവാണ്, ഞാൻ ഉടനെ വരാച്ചാ, കൃഷ്ണമോളോടൊന്ന് പറഞ്ഞിട്ട് വേഗം വരാട്ടാ എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. മോളെ കൃഷ്ണ, എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരുമോ? എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം. അമ്മയ്ക്ക് എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വേണം. അപ്പോൾ എൻ്റെ എ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എത്തിയേ പറ്റൂ. ഇപ്പോൾ കൃഷ്ണമോൾ അലീനനോട് പറയുന്നുണ്ട്, ചേച്ചി ഈ സമയത്ത് ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം, നമുക്ക് അച്ഛനെ വിളിച്ചിട്ട് ടാക്സി അറേഞ്ച് ചെയ്യാം. അപ്പോൾ പറയുകയാണ്, വേണ്ട മോളെ, മോൾക്ക് നാളെ ക്ലാസ് ഉള്ളതല്ലേ, മോളിരുന്ന് പഠിച്ചോ, ചേച്ചി പോയിട്ട് പെട്ടെന്ന് വരാട്ടാ എന്ന് പറയുമ്പോഴേക്കും മോളിലത്തെ റൂമിൽ നിന്ന് രോഹിത് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ, നീ എന്തിനാ ഹോസ്പിറ്റലിൽ പോണേ? നീ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ മാഡത്തിന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് അച്ഛൻ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവാണ്. അപ്പോൾ മാഡത്തിന് ബ്ലഡ് കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അത് പറയുമ്പോഴേക്കും രോഹിത്തിന് ദേഷ്യം വരികയാണ്. അപ്പോൾ രോഹിത് പറയാണ്, അല്ലെങ്കിൽ തന്നെ നിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ അമ്മ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത്. ഇനി നിൻ്റെ ബ്ലഡും കൂടി അമ്മയുടെ ശരീരത്തിൽ കയറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ സ്വയമേ ആത്മഹത്യ ചെയ്യും. നീ ഇവിടെ നിന്ന് എവിടെയും പോകണ്ട, നീ അല്ലാതെ തന്നെ ഞങ്ങളുടെ അമ്മയ്ക്ക് ബ്ലഡ് കിട്ടിക്കോളൂ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് റൂമിൽ നിന്ന് ബബിത ഇറങ്ങി വന്നിട്ട് ബബിതയും ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. പോണ്ട, നീ പോകേണ്ട ഒരാവശ്യമില്ല, ഞങ്ങളുടെ അമ്മയ്ക്ക് അല്ലാതെ തന്നെ ഞങ്ങളുടെ അങ്കിള് അറേഞ്ച് ചെയ്തോളും, നീ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും അലീനയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് ബാലചന്ദ്രൻ വിളിക്കുന്നത്. മോളെ നീ എവിടെ എത്താനായോ എന്ന് ചോദിച്ചിട്ട് ബാലചന്ദ്രൻ വിളിക്കുമ്പോൾ തന്നെ അലീന പറയാണ്, ഇല്ല അച്ഛാ, എന്നെ ബബിതയും രോഹിത്തും ഇവിടെ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, എന്നോട് ബ്ലഡ് കൊടുക്കണ്ടെന്നാണ് അവർ പറയുന്നതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് പറയാണ്, നീ കോളൊന്ന് സ്പീക്കറിലിട്ടെ, എനിക്കൊന്ന് സംസാരിക്കാനാണ്. അപ്പോൾ ഫോൺ കോൾ സ്പീക്കറിൽ ഓൺ ആകുമ്പോഴത്തേനും ബാലചന്ദ്രൻ പറയും, ഒരു കാര്യം ചെയ്യും, 1 മണിക്കൂറിനുള്ളിൽ എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം. 1 മണിക്കൂറിനുള്ളിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങറിയും എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും രോഹിത്തിനും ബബിതയ്ക്കും പേടിയാവുകയാണ്. അവർ രണ്ടാളും ഒന്നും മിണ്ടാതെ അവരുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ചേച്ചി പോയിക്കോ, ഇനി അവരൊന്നും വരാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അലീനയെ യാത്ര അയക്കും. അപ്പോഴേക്കും അലീന ഹോസ്പിറ്റലിൽ ചെന്നു ഐസുവിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും ശിവനും രാജീവനും അലീനയുടെ ഫ്രണ്ടിലേക്ക് വളരെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ചാടി വീഴാണ്. നീ എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നത്? ഞങ്ങളുടെ പെങ്ങളെ ഈ അവസ്ഥയിലാക്കിയിട്ട് മരിച്ചോന്നറിയാനാണോ നീ എത്തി നോക്കിയിരിക്കുന്നത്? അപ്പോൾ അലീന വളരെ വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ മേഡം കിടക്കുമ്പോഴും നിങ്ങൾ വാശിയും വൈരാഗ്യവും മാത്രമാണ് ഈ സംസാരിക്കുന്നത്. ഞാൻ ആരുടെയും ജീവിതം തകർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. നിങ്ങൾക്കതൊക്കെ കാലം തെളിയിക്കും എന്ന് അലീന പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സമയത്താണോ ഇതൊക്കെ സംസാരിക്കാനുള്ളത്? 1 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് എത്തിച്ച് അർജൻറ്റായിട്ട് ഓപ്പറേഷൻ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അകത്ത് വൈജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ. അതെഴുതി എനിക്ക് ഒപ്പിട്ട് തന്നിരിക്കണം. അലീനയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾ സമ്മതം നൽകിയില്ലെങ്കിൽ വൈജയുടെ മരണത്തിന് ഉത്തരവാദികൾ നിങ്ങളാണെന്ന് എനിക്ക് എഴുതി ഒപ്പുവെച്ച് തന്നേ പറ്റൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അപ്പോൾ അവരൊന്നും മിണ്ടാതെ അലീനയുടെ ഫ്രണ്ടിൽ നിന്ന് വഴി മാറിക്കൊടുക്കുകയാണ്. അപ്പോൾ അലീനയും ബാലചന്ദ്രനും കൂടി നഴ്സിംഗ് റൂമിലേക്ക് കടന്നു പോവുകയാണ് ബ്ലഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് മനുശങ്കർ കടന്നു വരികയാണ്. മനു വന്നിട്ട് കൊച്ചച്ഛനോട് ചോദിക്കും, കൊച്ചച്ഛ അച്ഛനെവിടെ? അച്ഛനപ്പുറമുണ്ട് മോനെ. അപ്പോൾ ആരാ കൊച്ചച്ഛ, എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ? അപ്പോൾ രാജീവ് അതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ശിവേട്ടൻ മറുപടി പറയുകയാണ് മനുവിൻ്റെ അടുത്ത്. മനു, 1 മണിക്കൂറിനുള്ളിൽ
സർജറി നടത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ബ്ലഡ് കൊടുക്കാനായിട്ട് അലീനയാണ് വന്നിരിക്കുന്നത്, ആ പിഴച്ച സന്തതി. അങ്ങനെ പറയുമ്പോഴേക്കും ആര്, അലീനയോ? മനു ഒരു അതിശയത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മനുവിന് ദേഷ്യം വരികയാണ്. അപ്പോൾ മനു അച്ഛനോട് പറയാണ്, അച്ഛൻ ഒന്ന് നിർത്ത്, എന്തൊക്കെയാണ് ഈ പറയുന്നതിനൊക്കെ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്തൂടെ? അവളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്? അപ്പോൾ ഇത് കേട്ട് വരുന്ന ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കും മനു, നിൻ്റെ അമ്മയുടെ പോസിറ്റീവായിരുന്നു, അച്ഛൻ വിളിച്ച പാടെ നിൻ്റെ അമ്മ കൈയൊഴിഞ്ഞു, എന്നിട്ടാ ഇപ്പോൾ വലിയ വർത്താനം പറയുന്നത്. അവളോട് എന്തൊക്കെ ദ്രോഹം ചെയ്ത ആളാണ് ആ കിടക്കുന്നത്, എന്നിട്ടും അവൾ ഓടിയെത്തിയില്ലേ? എന്നിട്ടും ഇപ്പോഴും അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും കൂടി. അത് പറഞ്ഞവർ നിൽക്കുമ്പോഴേക്കും അലീന പുറത്തേക്ക് വരുന്നുണ്ട്. അലീന പതുക്കെ ഇങ്ങനെ നടന്ന് വരികയാണ്. അപ്പം നടന്നിങ്ങനെ പതുക്കെ വരുമ്പോൾ മനു ശങ്കറിനെ കാണുമ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ എപ്പോൾ എത്തി? അപ്പോൾ ഇപ്പം വന്നുള്ളൂ അലീന, നിനക്ക് എന്തേ വയ്യേ? അപ്പോൾ അലീന പറയും, ഇല്ല മനുവേട്ട, ഞാനൊന്ന് അവിടെ ഇരിക്കട്ടെ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ചെയറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴത്തേനും അവളിങ്ങനെ കുഴഞ്ഞ് വീഴാൻ പോകുമ്പോഴേക്കും മനു പിടിക്കുകയാണ് കേട്ടോ അവളെ. അലീന കണ്ണ് തുറന്നേ, എന്തു പറ്റി നിനക്ക്, വയ്യേ? അത് പറഞ്ഞ് അവളെ ഇങ്ങനെ മനു ഇങ്ങനെ പൊക്കിയെടുക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ, അയ്യോ മോളെ എന്തേ എന്ന് ചോദിച്ച് അകത്തുനിന്ന് ഡോക്ടറെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ് ബാലേന്ദ്രൻ. അപ്പോഴേക്ക് നേഴ്സ് റൂമിലേക്ക് അവളെ കിടത്തുകയാണ്. അപ്പോൾ ഡോക്ടർ പറയും, വേറെ കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് പോഷകക്കുറവുണ്ടായിരുന്നു, ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കറക്റ്റാണ്, അപ്പോൾ നമുക്കൊരു ട്രിപ്പ് ഇടാം, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന രാജീവനും ശിവനും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് മനു ആണല്ലോ അലീനയെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി കിടത്തിയതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശിവേട്ടന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ മനു ആണ് അലീനയുടെ അടുത്ത് ചെന്നിരിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനുവിൻ്റെ അച്ഛനായ ശിവശങ്കരന് ഒട്ടും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ രാജീവനോട് പറയുന്നുണ്ട്, ഇവൻ എന്തിനാണ് കണ്ട വേലക്കാരിക്ക് ഇങ്ങനെ കാവലിരിക്കുന്നത്, ഇത് ഞാൻ ഇന്നത്തോടുകൂടി ഞാൻ നിർത്തുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ട്രിപ്പൊക്കെ പകുതി ആകുമ്പോഴേക്കും അലീനയ്ക്ക് ബോധം വരികയാണ്. അപ്പോൾ അലീന കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് അരികത്തിരിക്കുന്ന ശങ്കറിനെയും അപ്പുറത്തെ കസാലയിലിരിക്കുന്ന അച്ഛനെയുമാണ്. അപ്പോൾ അവൾ പറയാണ്, അയ്യോ രണ്ടാളും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കായിരുന്നോ? അവിടെ അമ്മയുടെ അടുത്ത് ആരാ അച്ഛൻ അങ്ങോട്ട് പോയിക്കോളൂ, ഞാനിവിടെ കിടന്നോളാം അച്ഛാ, കുഴപ്പമില്ല, മനുവേട്ടാ അപ്പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ അങ്കിള് പറയാണ്, മോനെ നീ അന്ന് ഇവിടെ ഇരിക്കി, ഞാൻ അപ്പുറം ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ തലയിൽ തള്ളോടിക്കൊണ്ട് ബാലചന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അലീനനോട് മനുശങ്കർ ചോദിക്കുന്നുണ്ട്, നീ ഉഷാറല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല മനുവേട്ടാ ഞാൻ ഉഷാറാണ്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, ട്രിപ്പ് ഇപ്പോൾ കഴിയാനായിട്ടുണ്ട്, നീ അപ്പോഴേക്കും എണീറ്റിട്ട് ആ ജ്യൂസ് എടുത്ത് കുടിക്ക്, നിനക്ക് നിൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് വെച്ചതാ ആ ജ്യൂസ് എന്നവൾ പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ കുടിച്ചോളാം മനുവേട്ടാ, കുഴപ്പമൊന്നുമില്ല കേട്ടാ എന്ന് പറയുകയാണ്. അപ്പോൾ അവൾ മനുവിനോട് ചോദിക്കുകയാണ്, മനുവേട്ടാ ഞാൻ ഈ ചെയ്തതും തെറ്റാണോ? ഇനി മേഡത്തിന് ബോധം തെളിയുന്ന സമയത്ത് മേഡം അതിന് പ്രശ്നം ഉണ്ടാക്കുമോ? എൻ്റെ ബ്ലഡ് ഊറ്റിക്കളയണം എന്നൊക്കെ പറയുമോ? മേഡായതുകൊണ്ട് അത് ചെയ്യാൻ മടിച്ചെന്ന് വരില്ല. എനിക്ക് അതാലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ മനുവേട്ടാ. അപ്പോൾ അവളോട് അവൻ പറയുകയാണ്, നീ എന്ത് മണ്ടത്തരക്കി പറയുന്നേ, അങ്ങനെയൊന്നുമില്ല, നീ വിഷമിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. അപ്പോൾ ഇതേ സമയത്ത് ഐസിയുയിൽ നിന്നും പുറത്തു വന്ന ഡോക്ടർ ബാലചന്ദ്രനോടും ശിവനോടും രാജീവിനോടുമായിട്ട് പറയാണ്, വൈജയന്തിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, സർജറി സക്സസ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഐസിയുയിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ്. ഡോക്ടർ പോയി കഴിയുമ്പോൾ തന്നെ അപ്പോൾ ആ സമയത്താണ് മനുശങ്കറും അലീനയും റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ഡോക്ടർ പറഞ്ഞ വിവരങ്ങൾ പറയുമ്പോൾ ഇവർക്ക് വളരെ സന്തോഷമാവും. അപ്പോൾ ഇത് കാണുന്ന രാജീവ് വന്നിട്ട് അലീനയോട് പറയും, എന്താടി നീ വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷിക്കുന്നത്, ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഞങ്ങൾക്കറിയാടി നീ ആഗ്രഹിച്ചത് ഞങ്ങളുടെ പെങ്ങളുടെ മരണമായിരുന്നെന്ന്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രന് വീണ്ടും ദേഷ്യം വരികയാണ്. അത് കാണുന്ന മനു പറയാണ്, കൊച്ചച്ച മതി, ഒരു ലിമിറ്റ് ഉണ്ട് സംസാരങ്ങൾക്ക്, മതി കൊച്ചച്ച എന്ന് പറയുമ്പോഴേക്കും അലീനയെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രൻ പറയാണ്, മോള് പൊയ്ക്കോ, മനുവേട്ടൻ്റെ കൂടെ പൊയ്ക്കോളൂ കേട്ടോ, മനു മോളെ അവിടെ ആക്കി തരും, അധികം നേരം ഇവിടെ നിന്നാൽ പലരുടെയും മുഖം ഞാൻ അടിച്ചു പൊട്ടിച്ചെന്ന് വരും, മനു മോളെ കൊണ്ടുപോയി വീട്ടിലാക്ക്.
അങ്ങനെ അത് പറഞ്ഞ് അലീനയും മനുശങ്കറും അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. അടുത്ത മനോഹരമായൊരു എപ്പിസോഡും ആയി വരുന്നതായിരിക്കും.